കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഇന്ന് പ്രാരംഭമായി നമുക്ക് അപ്പോസ്തലനായ പൗലോസ് റോമാ സഭയ്ക്കെഴുതിയ ലേഖനം അതിൻ്റെ 12:2 വായിച്ചു. ശുപാർശ വായിച്ചാൽ റോമൻസ് 12:2 എല്ലാവരും ശ്രദ്ധയോടെയായി. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് ആ പേനയുള്ളവര് അവിടെ ബൈബിൾ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. എന്തിനു വേണ്ടിയിട്ട്? ദൈവഹിതം, എന്നെക്കുറിച്ചുള്ള അല്ലെ നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം അതിൻ്റെ പൂർണ്ണതയിൽ നിങ്ങൾക്ക് വെളിപ്പെടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടും. പേനയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് വരയിട്ടു. അതിന് മനസ്സ് പുതുക്കി രൂപാന്തരം. മൊബൈലിലെ ബൈബിൾ നോക്കുന്ന ഒരു ഹൃദയത്തിൽ സംഗ്രഹിച്ചു, അല്ലെങ്കിൽ അതൊന്ന് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് സെലക്ട് ചെയ്യും. അപ്പം മനസ്സ് പുതുക്കി ചില സിസ്റ്റത്തിൽ പറയാം. ഇവിടെ ബൈബിൾ നോക്കുന്നവരുണ്ട്. നിലവിൽ എല്ലാവരുടെയും ബൈബിൾ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. ഇന്ന് എല്ലാവരുടെയും ബൈബിളൊക്കെ ഉണ്ട്. ചില നമ്മുടെ കൊട്ടാരം പനികളൊക്കെ മിക്കവരും നമ്മൾ മൊബൈലിലാണ് നോക്കുന്നത്. അപ്പൊ ചില തലങ്ങളിലോട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലര് 24 hours ബൈബിളൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇരിക്കുന്നവരായിട്ട് നമുക്ക് തോന്നും. പക്ഷേ അവരുടെ പ്രവൃത്തിയിലോട്ട് കടന്നു കഴിഞ്ഞാൽ അവരുടെ ഇടപാടിൽ ഇതിൻ്റെ അകത്തെ ഒരു കാര്യമായിട്ട് അവരുടെ ജീവിതത്തിൽ ഒരു കണക്ഷനുള്ളതായിട്ട് നമുക്ക് തോന്നത്തില്ല. ഉറക്കെ ഹല്ലേലൂയ പറഞ്ഞു, ഉറക്കെ സ്തോത്രം പറഞ്ഞു, ഉറക്കെ പ്രാർത്ഥിച്ചു, നാടും നാട്ടുകാരും കേൾക്കുന്നുണ്ട്. പക്ഷെ ജീവിതത്തിന് മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല. ക്രിസ്തുവിൽ നിറഞ്ഞവരെന്ന് പറയാൻ തക്കവണ്ണമുള്ള സ്വഭാവ സവിശേഷതകൾ കാണുന്നില്ല. എന്താ അതിന്റെ കാരണം? അതാണ് ഇപ്പോൾ അണ്ടർലൈൻ ചെയ്യാൻ പറയുന്നത്. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നു. ആ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാത്തിടത്തോളം കാലം എന്തുണ്ടാകത്തില്ല? ചേഞ്ചസ് വരികയില്ല. രക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അവിടെ എല്ലാം രക്ഷ ഏറ്റു പറഞ്ഞു, ഒരടക്കവും ഒരു ഉയർത്തെഴുന്നേൽപ്പ് നടന്നു. ഇനി അതുകൊണ്ട് കംപ്ലീറ്റ് ആയി നിന്ദിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഹല്ലേലൂയ. മനസ്സിൽ തെറ്റായ ചിന്തകളും തെറ്റായ നിലപാടുകളും തെറ്റായ കാഴ്ചപ്പാടുകളും ഒക്കെ ഉണ്ടായിട്ടുള്ളവരില്ലേ ഇവിടെ? അതിനെ ആ പല ചിന്തകളും കാഴ്ചപ്പാടുകളും ജീവിതത്തിൽ നല്ല തലങ്ങളിലോട്ട് പോകുന്നതിന് തടസ്സമായി മാറിയിട്ടുണ്ട്. ചിലപ്പോൾ എടുത്ത ചില തീരുമാനങ്ങൾ ശരിയല്ലായിരുന്നു എന്ന് പിന്നെ തോന്നാനിട വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ആ വിഷയത്തെക്കുറിച്ച് ചിന്തിച്ച് ആ വിഷയത്തെക്കുറിച്ച് റീതിങ്കിങ് നടന്നു, ഒരു പുനർചിന്തയുണ്ടായി. അതിനെ വിചിന്തനം ചെയ്തപ്പോൾ അത് പ്രോപ്പർ ആയിരുന്നില്ല എന്ന്, ആ ഡിസിഷൻ അവിടെ അത് എടുക്കണ്ടായിരുന്നു എന്ന് അന്നേരം മനസ്സിലായി. ഹല്ലേലൂയ. ഒരിക്കൽ കൂടുന്ന കർത്താവിനെ സ്തുതിച്ചാൽ. ഇവിടെ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം, അതിന്റെ പൂർണ്ണത എന്താണ്, അതിന്റെ ഫലം എന്താണ്, അതിനെക്കുറിച്ചൊക്കെ ഒരു പരിജ്ഞാനം നമ്മുടെ അകത്തുണ്ടാകണം. നമ്മൾ എന്ത് ചെയ്യണം? മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടേണ്ടത് ആവശ്യമാണ്. നമുക്ക് ഒരു അധ്യായം വായിക്കാം. ഒരു അധ്യായത്തിലെ 2 വാക്യങ്ങളൊന്ന് വായിക്കാം. 2 കൊരിന്ത്യൻസ് 5-ാം അധ്യായം 7-ാം വാക്യം ഒന്ന് വായിക്കണേ. അത് കഴിഞ്ഞിട്ട് 17. 2 കൊരിന്ത്യൻസ് 5:7. കാഴ്ചയാലല്ല, കേട്ടോ, കാണുന്ന വിഷയങ്ങൾ വെച്ച് ജീവിക്കുന്നത് വ്യക്തികൾ ഈ ലോകത്തിന് അനുഭവപ്പെട്ട് ജീവിക്കുന്നവരാണ്. എന്നാൽ വിശ്വാസത്താൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കാനും ആശ്വസിക്കാനും പറയത്തക്ക കാര്യങ്ങളൊന്നും പ്രഥമ ദൃഷ്ടിയായില്ല. പിന്നെ എങ്ങനെ നല്ലത് വരുമെന്ന് ചിന്തിക്കും? പിന്നെ എങ്ങനെ ഇതിനൊരു മാറ്റം ഉണ്ടാകുമെന്ന് ചിന്തിക്കും? അപ്പൊ കാണാത്തൊരു മണ്ഡലത്തെക്കുറിച്ചുള്ള ബോധ്യമുള്ളവർ എന്ത് ചെയ്യും? കാണുന്ന മണ്ഡലത്തിനോട് വലിയ താല്പര്യം കൊടുക്കത്തില്ല.
അവർ ഫോക്കസ് ചെയ്യുന്നത് ഈ കാണുന്ന മണ്ഡലത്തിലല്ല, കാണാത്ത മണ്ഡലത്തിലാണ്. കാണുന്ന മണ്ഡലത്തിൽ ഫോക്കസ് ചെയ്യുന്നവർ ജഡ വിഷയങ്ങൾ അല്ലെങ്കിൽ ലോകപരമായ വിഷയങ്ങളോട് അനുഭവപ്പെടുന്നു. കാണാത്ത മണ്ഡലത്തിൽ ഫോക്കസ് ചെയ്യുന്നവർ അവർ ആത്മമണ്ഡലത്തിൽ ഫോക്കസ് ചെയ്യുന്നു. അവരുടെ അങ്ങനെ ഫോക്കസ് ചെയ്യാൻ അവർക്ക് ഇടവരുന്നത് എന്തുകൊണ്ടാണ്? അവർ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടവരായതുകൊണ്ടാണ്. കാണുന്നതിൽ ഞങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. ഞങ്ങളുടെ ശ്രദ്ധ, ഞങ്ങളുടെ വിഷൻ, ഞങ്ങളുടെ ദർശനം മുഴുവൻ എവിടെയാണ്? കാണാത്ത മണ്ഡലത്തിൽ. കാണാത്ത മണ്ഡലത്തെ കുറിച്ചുള്ള പരിപൂർണമായ ജ്ഞാനം ഒരു വ്യക്തിക്ക് ഉണ്ടാകണമെങ്കിൽ അവർ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നവരായി മാറണം. ഹല്ലേലൂയ. ഇവിടെ ചാടിയും പാടിയും ആടിയും നൃത്തം വെച്ചും രസിച്ചും കളിച്ചും ചിരിച്ചും അതിൻ്റെ അവസ്ഥകളിൽ ഒരു 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 അൾട്ടിമേറ്റ് തലം അല്ലെങ്കിൽ അതിൻ്റെ ഒരു വലിയൊരു കുറച്ചുകൂടെ ഒരു രസങ്ങളിലേക്ക് എങ്ങനെ തിരിയാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് അനുഭവപ്പെട്ടു പോകുമ്പോൾ അവിടെ മോഹഭംഗങ്ങൾ ഉണ്ടാകാറുണ്ട്. മോഹഭംഗങ്ങൾ സംഭവിക്കും, വേദനകൾ ഉണ്ടാവും. വേദന വന്നിട്ടും വേദനപ്പെടാത്തവനെ പോലെ അഭിനയിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ഇന്നലെ ശരിക്കും ചിരിച്ചുകൊണ്ടിരുന്ന വീഡിയോ കിട്ടും, അപ്പൊ ഇന്ന് വേദനയാണ്. അപ്പൊ എനിക്ക് വേദന ഉണ്ടെന്ന് അറിയരുത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? വേദന മറച്ചു വെച്ച് ചിരിക്കുന്നതിന്റെ ഒരു നശിച്ചു പോകുന്ന ലോകത്തിന് അനുഭവപ്പെടുമ്പോൾ അവിടെ ദൈവത്തിന്റെ പ്രസാദം വെളിപ്പെടുകയില്ല. ഹല്ലേലൂയ. ചിലര് ചില കാര്യങ്ങളെ വർജിക്കും. ഞാൻ ഇന്നതിനോട് വർജനം ആചരിക്കുന്നു. അങ്ങനെ വർജിക്കുന്ന ചില വ്യക്തികള് ചില മണ്ഡലങ്ങളിൽ എന്ത് ചെയ്യുന്നില്ല, അവർ വർജനം വെക്കുന്നില്ല. അപ്പൊ ഈ വർജന വിഷയങ്ങളൊക്കെ വെച്ച് വലിയ ആഴത്തിൽ ഇന്ന കാര്യങ്ങൾ ചെയ്താൽ നീ ഓക്കെ എന്ന് പറയുമ്പോൾ ദൈവത്തിന് ഹിതമായ ബാക്കി ചെയ്യുന്ന വിഷയങ്ങളൊക്കെ ദൈവത്തിന് ഹിതമാണോ? ഇറ്റ്സ് എ ബിഗ് ക്വസ്റ്റ്യൻ. കർത്താവിനോട് ചോദിച്ച് ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾക്കും നിലപാട് സ്വീകരിക്കണമെങ്കിൽ, ഈ ലോകത്തിൽ അനുഭവപ്പെടാതെ ജീവിക്കണമെങ്കിൽ, വ്യത്യസ്തനായി വേർപെട്ടവനായി ഹാജിയോസ് എന്ന് പറഞ്ഞ് നിനക്കൊരു നിലപാടിൽ ഉറയ്ക്കണമെങ്കിൽ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. എന്ത് സംഭവിക്കണം? മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. അതിൻ്റെ തന്നെ 2 കൊരിന്ത്യർ 5:7 ഇപ്പോൾ വായിച്ചത്. അതിൻ്റെ തന്നെ 17ാമത്തെ വാക്കിനോടൊന്ന് വായിച്ചാൽ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാവും. കേട്ടോ, ഇതാണ് ഈ രൂപാന്തരത്തിന്റെ വിഷയം. ഇതുവരെ എന്തൊക്കെയായിരുന്നോ നിന്നെ ഭരിച്ചുകൊണ്ടിരുന്നത്, നിന്റെ ചിന്തകളിൽ, പ്രവൃത്തികളിൽ, നിന്റെ കാഴ്ചപ്പാടുകളിലൊക്കെ ഇതുവരെ എന്തൊക്കെയാണോ നിന്നെ ചലിപ്പിച്ചുകൊണ്ടിരുന്നത് അതെല്ലാം എന്ത് ചെയ്യും? മാറും. എപ്പോൾ? നീ ക്രിസ്തുവിലാകുമ്പോൾ. ക്രിസ്തുവിലാകുക എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രാം തീയതി കർത്താവിന്റെ രക്ഷിതാവായി ഞാൻ സ്വീകരിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ചു വാഗുകൊണ്ട് പറഞ്ഞു, ഓക്കെ, അവിടെ കൊണ്ട് അത് അവസാനിക്കുന്ന ഒരു പ്രോസസ്സാണോ? അല്ല. ഞാൻ ക്രിസ്തുവിന്റെ ഉള്ളിലും ക്രിസ്തു എന്റെ ഉള്ളിലും ആയിരിക്കുന്ന അനുഭവമാണ് ക്രിസ്തുവിലായിരിക്കുന്നത്. ഞാനും എൻ്റെ പിതാവ് ഒന്നായിരിക്കുന്നത് പോലെ നിങ്ങളും ഞാനും ഒന്നാകേണ്ടത്. അല്ലെങ്കിൽ ആ ഒന്നാകുന്ന അനുഭവത്തിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ചിന്തകൾ അല്ല അവിടെ ബലപ്പെട്ടു വരുന്നത്. പകരം കർത്താവിന്റെ ചിന്തകളും പ്രവർത്തികളും കർത്താവിന്റെ ഹിതവുമായിരിക്കും ഇതിലൂടെ നിറവേറുന്നത്. അത് നമ്മൾ ഒരു 7 വിളക്കിൽ നിന്നുള്ള പാട്ടിനകത്ത് ആ പാടുന്ന ലൈൻ അവിടെ വളരെ സ്യൂട്ടബിളാണ്. എന്താണ്? എന്റെ ഇഷ്ടങ്ങളൊന്നുമേ വേണ്ടേ യേശുവേ, നിന്റെ ഹിതത്തിൻ നിറവിൽ ഞാൻ പ്രശോഭിക്കട്ടെ. ഇങ്ങനെ പാടാൻ എല്ലാവർക്കും കഴിയും. പക്ഷെ ഹൃദയത്തിൽ നിന്ന് ഇത് പാടണമെങ്കിൽ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടവർക്ക് മാത്രമേ പറ്റത്തുള്ളൂ. മനസ്സിലായാൽ മാത്രം ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഇന്ന് ഒരു രോഗശാന്തിയുടെ അത്ഭുതത്തിന്റെ നിങ്ങളുടെ
സാമ്പത്തിക വർധനവിന്റെ ഒരു സന്ദേശമല്ലാത്തത് കൊണ്ടായിരിക്കും ഹല്ലേലൂയ കുറഞ്ഞെന്ന് ഞാൻ ചിന്തിക്കും. യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് അനുഗ്രഹവും വർധനവും ഒക്കെ ഉണ്ടാകുന്നൊരു വിഷയം ഞാൻ ഈ പറഞ്ഞു വരുന്നു. വലിയൊരു അത്ഭുതമുണ്ടായി, വലിയ സാക്ഷ്യം പറഞ്ഞു. ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ ആ വ്യക്തിയെ കാണുന്ന വേറെ വഴിയില്ല. പിന്നെ കൂട്ടായ്മയില്ല, പ്രാർത്ഥനയില്ല, പിന്നെ വേറെ പല തലങ്ങളിലും ഒക്കെ കാണുക. എന്താ കാര്യം? അവരാ സൗഖ്യവും വിടുതലിന് വേണ്ടി മാത്രം വന്നു. അവരെന്തിൽ ഉറച്ചില്ല? വചനമായ യേശു ക്രിസ്തുവിൽ ഉറയ്ക്കാൻ ഇട വന്നില്ല. ഹല്ലേലൂയ. 10 കുഷ്ഠരോഗികൾ സൗഖ്യമായി. പക്ഷെ ഒരുവൻ മടങ്ങി വന്നു. ആ മടങ്ങി വന്നവനോട് കർത്താവ് ചോദിക്കുക, ബാക്കി 9 പേര് എവിടെ? ഹല്ലേലൂയ. അപ്പൊ മടങ്ങി വരുവാൻ ഇടവരണമെങ്കിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള ആ ബോധ്യം, ആ സ്നേഹം, വിടുതൽ നൽകിയവനെ കുറിച്ചുള്ള ബോധ്യ പരിജ്ഞാനം ആ കർത്താവിൽ കൂടുതൽ നിറയണമെന്നും കൂടുതൽ അറിയണമെന്നും കൂടുതൽ ജ്വലിക്കണമെന്നും ഒക്കെയുള്ള കൊതി തന്നെ ഉണ്ടാവും. ഒരാമയും പറഞ്ഞാട്ട്. അപ്പൊ ക്രിസ്തുവിലായിരിക്കും പുതിയ സൃഷ്ടി അത്രയും. ആ വാക്യം വായിച്ചാൽ 17. പഴയത് കഴിഞ്ഞു പോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. സ്തോത്രം. 2 കൊരിന്ത്യൻസ് 7:10 വേഗം വായിക്കണം. 2 കൊരിന്ത്യൻസ് 7:10. ദൈവ തിരുഹിത പ്രകാരമുള്ള ദുഃഖം സ്തോത്രം. ദൈവഹിത പ്രകാരം ചില ദുഃഖങ്ങൾ ഉണ്ടാകും, ചില നൊമ്പരങ്ങൾ, ഹൃദയത്തിൽ ചില വേദനകളൊക്കെ ഉണ്ടാവും. സ്തോത്രം. അടുത്ത വായിച്ചാൽ അതിനോട് ചേർന്ന് നടക്കുന്ന വാക്ക്, ആ വാക്യത്തിന് അടുത്തിലേക്ക്. ലോകത്തിന്റെ ദുഃഖമോ എന്ത് ചെയ്യുന്നു? അതെന്തിലേക്ക് ലീഡ് ചെയ്യും? ഇതിനെ തെറ്റായ രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്ത് ഒരുപാട് പേര്. ഇപ്പൊ ആ ഒരു വിഷയം എടുത്ത് മണിക്കൂറിൽ പറയാനോ എടുക്കാനോ സമയമില്ലാത്തത് കൊണ്ട് ഒറ്റ വാക്കുകൊണ്ട് ഞാൻ പറയാം. കർത്താവിൽ പ്രതി നമ്മളൊരു വിഷയത്തെ അയ്യോ ചെയ്ത് തെറ്റായിപ്പോയെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്തുണ്ടാവും? നമ്മുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടും. അവിടെ ഇരുന്ന് വിലപിച്ച് എന്നും അനുദപിച്ച് അയ്യോ തെറ്റ് ചെയ്തേ അയ്യോ ഇനി തെറ്റുണ്ടായെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയല്ല. ചേഞ്ച് ഉണ്ടാവും. നമ്മുടെ മൈൻഡ് സെറ്റിൽ ചേഞ്ച് ഉണ്ടാവും. ലോകപ്രകാരം ഒരു ദുഃഖം ഉണ്ടായാൽ ജീവിതം മുഴുവൻ കരഞ്ഞും കൂവിയും രോഗവും പ്രശ്നവും അസ്വസ്ഥതകളും ഉണ്ടായ ആ വ്യക്തി മരണത്തിലേക്ക് അത് ലീഡ് ചെയ്യും. ഹല്ലേലൂയ. ഞാൻ ചെയ്ത് തെറ്റായിപ്പോയി, അയ്യോ ഞാൻ ചെയ്ത് തെറ്റായിപ്പോയി. ഈ ചിന്ത രോഗങ്ങളും ദുഃഖങ്ങളും അസ്വസ്ഥതയ്ക്കും പ്രശ്നങ്ങൾക്കും ഹേതുവായി മാറും. മറ്റേത് ദൈവത്തിന്റെ പദ്ധതി പ്രകാരം തെറ്റും ശരിയെക്കുറിച്ചുള്ള ബോധ്യമുണ്ടായി ഒരുവൻ അനുദപിച്ച് ദൈവസന്നിധിയിൽ അല്ലെങ്കിൽ ദൈവ സംബരാന്റെ സന്നിധിയിൽ ചില കാര്യങ്ങൾ ബോധ്യപ്പെട്ടാൽ അതെന്തുണ്ടാകും? മൈൻഡ് സെറ്റിന് ചേഞ്ച് ഉണ്ടാകാൻ കാരണമായി മാറും. ആ ദൈവഹിത പ്രകാരമുള്ള ചില ദുഃഖങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നന്മയ്ക്ക് കാരണമായി മാറും. എന്നാൽ ലോകപ്രകാരമുള്ള ചില വേദനകളും അസ്വസ്ഥതകളും എന്ത് ചെയ്യും? അത് നിങ്ങളെ മരണത്തിലേക്ക് എത്തിക്കും. കണ്ടനെ മനസ്സിലായോ? ഈ ഹൃദയത്തിൽ ഉണ്ടാകുന്ന എന്നുമുള്ള ദുഃഖം, ഈ ഒരു വിഷയത്തെ ചൊല്ലിയോ ഞാൻ ഇന്ന ചെയ്തെന്ന് പറഞ്ഞ് എന്നും കരഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ നിരപ്പ് പ്രാപിച്ചവൻ എല്ലാ ദിവസവും അത് ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. നിരപ്പ് പ്രാപിച്ചവൻ സന്തോഷവും ഉണ്ടാകും, സമാധാനം ഉണ്ടാകും. കാരണം ആ ഏറ്റുപറച്ചിൽ എവിടുന്നാ ഉണ്ടായത്? ജിബിരിഷല്ല, വെറും അതിര ജൽപ്പനമല്ല, ഹൃദയത്തിന്റെ അകത്തുണ്ടായ പരിവർത്തനമാണ്, അല്ലെ മനസ്സിലുണ്ടായ പരിവർത്തനമാണ് ആ ഏറ്റുപറച്ചിന്റെ അടിസ്ഥാനം. ആ വേദന ദുഃഖവും മാറ്റത്തിന് കാരണമാകുന്നു, മറ്റേത് അപകടത്തിലേക്ക് എത്തുന്നതിന് കാരണമാകും. ലൂക്കോസ് 15:17 വായിച്ചാൽ. അപ്പോൾ സുബോധം വന്നിട്ട് അവൻ എന്റെ അപ്പന്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഈ അപ്പൻ എന്തൊരു ക്രൂരനാ! അപ്പൻ എന്തുകൊണ്ട് ഞാൻ ചോദിക്കുന്നു തരുന്നില്ല? അപ്പൻ നിന്നെ പിടിച്ചു വെച്ചേക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ചിന്തകളും ചോദ്യങ്ങളും അവന് അങ്ങനെ പ്രേരണ നൽകിയവരുടെ ആശയങ്ങളായിരിക്കാം.
അപ്പനോട് ചിലത് ഡിമാൻഡ് ചെയ്യാനിട വന്നു. നമുക്കറിയാം അല്ലേ? പ്രോഡിഗൽ സൺ. അവൻ എന്ത് ചെയ്തു? കിട്ടിയത് കൊണ്ട് ദൂർത്തടിച്ചു. കൈ 10 പുത്രണ്ടിരുന്നപ്പം കൂട്ടുകാരെല്ലാം ഉണ്ടായി, അതെല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം ചോർന്നു പോയി, സകലതും നശിച്ചു. അവൻ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് വേദനിക്കുകയാണ്. ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് വേദനിക്കുക. ഇവൻ ഇങ്ങനെ വേദനിക്കും എന്ന് അറിയുന്ന ഒരു അപ്പനുമുണ്ട്. ശരിക്കും പഠിച്ചാൽ മനസ്സിലാവും. ഇവനിങ്ങനെ വേദനിക്കും എന്നറിയുന്ന ഒരു അപ്പനുണ്ട്. ആ വേദന അവന്റെ നാശത്തിന് ഹേതുവായി വരുത്തില്ല, അവൻ എന്നിലേക്ക് മടങ്ങി വരും. ദൈവഹിതപ്രകാരമുള്ള വേദന. ശ്രദ്ധിച്ചു കേൾക്കണേ. ഹല്ലേലൂയ. അവൻ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം, അല്ലെ പിതാവിനെ കുറിച്ചുള്ള, അപ്പനെ കുറിച്ചുള്ള ശരിയായ മണ്ണുള്ള പരിജ്ഞാനം. എൻ്റെ അപ്പൻ നല്ലവനാണ്, അപ്പനോട് ഞാൻ ഏറ്റുപറഞ്ഞാൽ എൻ്റെ അപ്പൻ എന്നെ കൈവിടത്തില്ല. അത് അവന്റെ ജീവിതത്തിൽ എന്ത് ചെയ്തു? രൂപാന്തരത്തിന് ഹേതുവായി മാറി. ഹല്ലേലൂയ. അതിന് മുമ്പ് വായിച്ച വാക്യതായിരുന്നു? സുബോധം എന്നല്ലേ? അത് മർക്കോസ്, അത് വായിച്ചോ? മർക്കോസ് 1:15. മർക്കോസ് 1:15. കാലം കഴിഞ്ഞു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. ഒരു സന്ദേശമാണ്. കാലം കഴിഞ്ഞു, കാലം തികഞ്ഞു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ. നമുക്കറിയാം, ഭൂതഗ്രസ്തനായ ഒരു മനുഷ്യൻ വിളിച്ചു പറയുക. അവന്റെ ഭൂതം പോയപ്പോൾ പറഞ്ഞത്, അവൻ മുന്നേ പറഞ്ഞതിന് രണ്ടും 2 നിലപാട്. അവന് സുബോധം വന്നു. അപ്പൊ അവൻ എന്ത് ചെയ്തു? അവൻ വസ്ത്രം ധരിച്ചു, അല്ലേ? മുടിനായ പുത്രന് സുബോധം വന്നു. അപ്പൊ അവൻ തന്റെ ഭവനത്തിലേക്ക് തന്റെ അപ്പനെ തേടിപ്പോയി. അപ്പൊ മാനസാന്തരം അല്ലെങ്കിൽ മനസ്സിനുണ്ടാകുന്ന വ്യത്യാസം എന്ന് പറയുന്നത് സുബോധത്തെ ഉളവാക്കുന്നതാണ്. ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. കിട്ടുന്നുണ്ടോ? സുബോധത്തെ ഉളവാക്കുന്നതാണ് മാനസാന്തരം. നിങ്ങളുടെ ജീവിതത്തിൽ മാനസാന്തരപ്പെടേണ്ട മേഖലകളുണ്ടോ എന്ന് ഒരു നിമിഷം ചിന്തിച്ചു. എൻ്റെ ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങളാണോ ഞാനെല്ലാം ചെയ്യുന്നത്, പറയുന്നത്? കർത്താവേ, ഇനി എൻ്റെ മേഖലയിൽ അങ്ങേക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ എന്നോട് ഇടപെടണേ. ഒന്ന് പ്രാർത്ഥിച്ചു. കർത്താവേ, വലിയൊരു മാറ്റം ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രവൃത്തിയിൽ കാണുന്നവർ ദൈവത്താൽ നയിക്കപ്പെടുന്നവരെന്ന് പറയുവാൻ തക്കോണം ദേഹി ആത്മാവിന്റെ മേൽ വലിയൊരു മാറ്റമുണ്ടാകും. കർത്താവിന്റെ 2ാം വരവിന് വേണ്ടി ഒരുക്കപ്പെട്ടവരായി മാറുവാൻ ഇത് കേൾക്കുന്നൊരു പ്രാപ്തരായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപ വ്യാപരിക്കപ്പെടുന്നതിനെ ഓർത്ത് സ്തോത്രം. എൻ്റെ തമ്പുരാന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ലാസ്റ്റ് ടൈം ബ്രൈറ്റ് ചർച്ചിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയുകയാണ്, എൻ്റെ നാഥൻ വരുവാൻ സമയമായി. മാനസാന്തരപ്പെട്ട് അവന്റെ വരവിന് വേണ്ടി ഒരുക്കമുള്ളവരായി മാറുകയും. ആമേൻ, ആമേൻ, ആമേൻ.